നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ആരംഭിക്കാം. സ്വാഗതം. ആളൂരിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. ഒരാൾക്ക് പരിക്ക്. അണ്ണല്ലൂർ ആനപ്പാറ സ്വദേശി എടത്താടൻ സൂരജ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 7:30യോടെയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിലെ കോതപ്പറമ്പിൽ വീടിന് നേരെ ആക്രമണം. മോട്ടോർ ബൈക്ക് തീവെച്ച് നശിപ്പിച്ചു. യുവാവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. കോതപ്പറമ്പ് കടവിൽ പടയോടി ലക്ഷ്മണന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ആക്രമണത്തിൽ ലക്ഷ്മണന്റെ മകൻ 35 വയസ്സുള്ള സിജീഷിന് സാരമായി പരിക്കേറ്റു. ഒരുമനയൂരിൽ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞു. വില്യംസ് എടക്കളത്തൂർ ജോർജിന്റെ വീടിന്റെ മുൻവശത്തേക്കാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. മുൻവശത്ത് വാഹനത്തിന്റെ ശബ്ദം കേട്ട് ജോർജ് വാതിൽ തുറക്കുന്നതിനിടയിൽ സ്ഫോടക വസ്തു പൊട്ടുകയായിരുന്നു. ചാവക്കാട് പഞ്ചവടി വീച്ചിൽ വൻ അഗ്നിബാധ. കടൽ തീരത്തെ ഏക്കർ കണക്കിന് സ്ഥലത്ത് കാറ്റാടി മരങ്ങളും അക്വേഷ മരങ്ങളും കത്തിനശിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമത്തിനിടെ പരിസരവാസികളായ 4 പേർക്ക് നിസ്സാര പൊള്ളലേറ്റു. 1 മാസത്തിനിടയിൽ ഇത് 3ാം തവണയാണ് ബീച്ചിൽ തീപിടുത്തമുണ്ടാകുന്നത്. തൃശൂർ കുന്നംകുളത്ത് മുള്ളൻപന്നി കുഴകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ അപകടം. 3 യുവാക്കൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 9:30യോടെയായിരുന്നു സംഭവം. കുന്നംകുളം ഭാഗത്തു നിന്ന് പഴഞ്ഞി ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു പരിക്കേറ്റവർ. ചെറുകിട കേബിൾ TV ബ്രോഡ്ബാൻഡ് മേഖലയെ തകർക്കുന്ന KCB നിലപാടിനെതിരെ ശക്തമായ സമരങ്ങൾക്ക് COA സംസ്ഥാന കമ്മിറ്റി തീരുമാനം. ജനുവരി 31 കരിദിനമായി ആചരിക്കാനും ജില്ലകൾ കേന്ദ്രീകരിച്ച് KCB ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്താനും COA സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി സ്നേഹാരാമം ഒരുങ്ങുന്നു. ചമക്കല ബീച്ച് സൗഹൃദ തീരത്താണ് സ്നേഹാരാമം ഒരുക്കുന്നത്. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെയും മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നതിനെതിരെയും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇടപ്പള്ളി ലുലുമാളിൽ വനിതാ ലിറ്റിൽ ഫൺ ടൂറയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലിറ്റിൽ ഷെഫ് കോൺടെസ്റ്റിൽ മാള ഹോളി ഗ്രീസ് അക്കാദമിയിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി സൂര്യഗായത്രി ഫസ്റ്റ് റണ്ണറപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 130 മത്സരാർത്ഥികളിൽ നിന്നുമാണ് സൂര്യഗായത്രി ഈ സ്ഥാനത്തിന് അർഹയായത്. CPIM അന്നമനട ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷി ആരംഭിച്ചു. വാളൂരിൽ ആരംഭിച്ച കൃഷിയുടെ ഉദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് നിർവഹിച്ചു. മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കലാമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ IP പ്രമിന പദ്ധതി വിശദീകരണം നടത്തി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.